ഓർമ്മകൾ നീർമാതളം പോലെയാണ്. ചിലപ്പോൾ അത് പൂക്കുന്നു, മറ്റു ചിലപ്പോൾ കൊഴിയുന്നു. എങ്കിലും അതിൻ്റെ സുഗന്ധം എന്നും മനസ്സിൽ അവശേഷിക്കുന്നു. നമുക്കെല്ലാവർക്കും ഉള്ളിലൊരു പഴയ തറവാടുണ്ട്. മരിച്ചുപോയ കുറേ മനുഷ്യരും ഒരിക്കലും തിരിച്ചു വരാത്ത കുറേ ഓർമ്മകളും. അതുതന്നെയാണ് മാധവിക്കുട്ടിയുടെ നീർമാതളം പൂത്ത കാലം എന്ന പുസ്തകവും. ഒരു വലിയ മരത്തിന്റെ ചുവട്ടിലിരുന്ന് പഴയൊരു കഥ കേൾക്കുന്ന സുഖമാണ് ഈ നോവൽ വായിക്കുമ്പോൾ ലഭിക്കുക. കമല എന്ന പെൺകുട്ടിയുടെ കണ്ണിലൂടെയാണ് നാം ആ ലോകം കാണുന്നത്. തറവാട്ടിലെ മുത്തശ്ശിയും വലിയമ്മമാരും വേലക്കാരും അവിടുത്തെ ഓരോ മരങ്ങളും ചെടികളും വരെ ഈ കഥയിലെ കഥാപാത്രങ്ങളാണ്. കൊൽക്കത്തയിലെ നഗരജീവിതത്തിൽ നിന്നും അവധിക്കാലത്ത് നാലപ്പാട്ടെ തറവാട്ടിലേക്ക് എത്തുന്ന കുട്ടിയുടെ കൗതുകങ്ങളാണ് ഇതിലെ പ്രധാന ആകർഷണം. പാടങ്ങളും കുളങ്ങളും സർപ്പക്കാവുകളും നിറഞ്ഞ ആ ഗ്രാമീണ അന്തരീക്ഷം വായനക്കാരെയും ആ പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. പുന്നയൂർ കുളത്തെ ആ പഴയ തറവാട്ടിൽ വീശുന്ന കാറ്റിന് പോലും സ്നേഹത്തിന്റെ മണമാണെന്ന് എഴുത്തുകാരി പറയുന്നു. മുത്തശ്ശിയുടെ വാത്സല്യവും തറവാട്ടിലെ ഓരോ കോണിലും ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളും ഇതിൽ മനോഹരമായി വിവരിക്കുന്നുണ്ട്. കേവലം സന്തോഷം മാത്രമല്ല, കാലം കടന്നു പോകുമ്പോൾ നമുക്ക് നഷ്ടമാകുന്ന ബന്ധങ്ങളെയും ആ തറവാടിന്റെ പ്രതാപം മങ്ങുന്നതിനെയും കുറിച്ചുള്ള ഒരു നേർത്ത വേദന ഈ പുസ്തകം തരുന്നു. മുറ്റത്തെ നീർമാതള മരം വെറും ഒരു മരമല്ല, അത് ആ തറവാടിന്റെ ആത്മാവാണ്. അത് പൂത്തു നിൽക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ആവേശം മാധവിക്കുട്ടിയുടെ എഴുത്തിലൂടെ നമുക്കും അനുഭവപ്പെടും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, മാധവിക്കുട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, അല്പം ഭ്രാന്തും ഒരുപാട് സ്നേഹവും കലർന്ന ഒരു മനോഹരമായ സ്വപ്നമാണ് ഈ നോവൽ. ആർക്കും പെട്ടെന്ന് വായിച്ചു തീർക്കാവുന്ന, എന്നാൽ വായന കഴിഞ്ഞാലും മനസ്സിൽ ആ നിർമാതളത്തിന്റെ മണം ബാക്കി വെക്കുന്ന ഒരു അപൂർവ കൃതിയാണിത്.